Hello guys, how are you? I'm Needu. Welcome back to my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് സാരി അയൺ ഡ്രേപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ബിഗിനേഴ്സിനാണ് ഞാൻ മെയിനായിട്ടും ഈ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് സാരി പ്രൊഫഷണൽ അയൺ ഡ്രേപ്പിംഗ് സാരി ഡ്രേപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർ ചെയ്യുന്ന പോലെ തന്നെ അതേ മെത്തേഡ്സിൽ തന്നെ നമുക്ക് എങ്ങനെ നീറ്റായിട്ട് സാരി ഡ്രേപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഇത് യൂസ്ഫുൾ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഈ ഒരു അയൺ ഡ്രേപ്പിങ്ങിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു. എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എനിക്ക് തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലായി. കാരണം നേരത്തെ എനിക്ക് വലുതായിട്ടൊന്നും സാരി ഡ്രേപ്പ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ടൊക്കെ ഉടുക്കും എന്നല്ലാതെ വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇതിന് ശേഷം ആ ഒരു അത്യാവശ്യം അതിൻ്റെ ഒരു നോളജ് അക്വയർ ചെയ്തിട്ട് പിന്നീട് ഞാൻ ഉടുത്ത് നോക്കിയപ്പോഴാണ് ഇത് കുറച്ചും കൂടെ ഒരു നമുക്ക് നന്നായിട്ട് നീറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇന്നിപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ അയൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേയിലൊക്കെ ഉള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ക്വിക്കായിട്ട് ഉടുത്തിട്ട് പോകാനായിട്ടും പറ്റുകയും ചെയ്യും. പിന്നെ ഇങ്ങനത്തെ ഡ്രേപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എൻ്റെയർ ഒരു ഫംഗ്ഷൻ അതിങ്ങനെ തന്നെ അങ്ങ് ഹോൾഡ് ചെയ്തോളൂ. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ചെക്ക് മൈ ചാനൽ ഫസ്റ്റ്. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന കോണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3 മെഷർമെൻറ്റ്സ് എടുക്കണം. ഇവിടെയാണല്ലോ നമ്മൾ കുത്തി തുടങ്ങുന്നത്. അപ്പോൾ ആ തുടങ്ങുന്ന അവിടുന്ന് ഈ ഒരു ഫസ്റ്റ് റൗണ്ട് ഇതാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് നമുക്ക് ആ ഒരു പോയിന്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ജസ്റ്റ് ഒരു പിന്ന് വെച്ചിട്ട് അതിനെ ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഷോൾഡറിൽ എവിടെയാണ് കുത്തേണ്ടതെന്നുള്ള ഒരു പോയിന്റാണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ അതിനെന്താ ചെയ്യുക, നമ്മൾ സാധാരണ സാരി ഉടുക്കണ പോലെ തന്നെ നമ്മളതിൻ്റെ പല്ലോ എടുക്കുക. അതിൻ്റെ ആ ഒരു മുന്താണി എന്ന് പറയും. അപ്പോൾ ആ ഒരു പല്ലോ പോർഷൻ എടുത്തിട്ട് നമുക്കറിയാമല്ലോ എവിടെ ഇങ്ങനെയാണ് സാരി ഇടുന്നത് എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു എവിടെയാണ് നിങ്ങൾ സാരിയുടെ നിങ്ങൾക്ക് എത്ര നീളമാണ് ആ പല്ലുവിന് വേണ്ടത്, ആ ഒരു നീളം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് ഷോൾഡറിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. ഇപ്പം എനിക്ക് എത്ര നീളമാണോ വേണ്ടത് എന്നുള്ള ആവശ്യത്തിനുള്ള നീളം ഞാൻ എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് അവർ നെക്സ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഷോൾഡറിൽ നമ്മൾ ഓൾറെഡി പോയിന്റ് എടുത്തല്ലോ, ആ പോയിന്റ് അവിടെ തന്നെ വെച്ചുകൊണ്ട് ഇങ്ങനെ ടൈറ്റായിട്ട് എടുത്തിട്ട് നമുക്കിവിടെ റൈറ്റ് നമ്മുടെ ലെഗിൻ്റെ പോർഷനിലാണ്, തൈയുടെ അവിടെയാണ് നമ്മൾ ഇവിടെ പിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു മെഷർമെൻ്റാണ് നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത്. ഇവിടം തൊട്ടിട്ട് ഇവിടം വരെയുള്ള മെഷർമെൻറ്റ്. സോ ഇവിടെ നമുക്കൊരു പോയിന്റ് കൊടുക്കാം കേട്ടോ, ഒരു പിൻ വെച്ചിട്ട്. സോ നമ്മൾ സാരി ഡ്രേപ്പ് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള 3 പോയിന്റ്സിനെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ആവശ്യമുള്ള പോർഷൻസ് പ്രോപ്പറായിട്ട് അയൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ സാരീനെ ഇങ്ങനെ പ്ലേസ് ചെയ്യാണ് പ്രോപ്പറായിട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു പോയിന്റ് ഇവിടെ ഞാൻ പിന്ന് വെച്ചിട്ട് അടയാളപ്പെടുത്തി ആദ്യം കാണിച്ച പോലെ തന്നെ ഇതാണ് നമ്മൾ ഷോൾഡറിൽ കുത്തുന്ന ആ ഒരു പോയിന്റ്. അപ്പോൾ നമുക്കിനി ഷോൾഡറിൽ ഇടാനുള്ള പ്ലീറ്റ്സ് ആണ് പ്രോപ്പറായിട്ട് ഫസ്റ്റ് എടുക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെയാണ് നമ്മൾ ഷോൾഡറിൽ കുത്താൻ പോകുന്നത്. ബട്ട് ഞാൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി എത്രത്തോളം വീതി നമുക്ക് ഈ ഷോൾഡറിൽ ഇടാനുള്ള പ്ലീറ്റിന് എത്ര വീതി എടുക്കണം എന്നുള്ളത് നോക്കാം. അപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ വേണമെങ്കിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തു. നിങ്ങൾ സ്ലിം ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 3.5 ഇഞ്ച് വരെയൊക്കെ നമുക്ക് ഈ ഫസ്റ്റ് പ്ലേറ്റിന് വീതി കൊടുക്കാം. ഇനിയും കുറച്ചും കൂടെ വണ്ണമൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 4 ഇഞ്ചസ് വരെ മാക്സിമം നമുക്ക് വീതി എടുക്കാം ഫസ്റ്റ് പ്ലേറ്റിന്. ആദ്യം എടുക്കുന്ന പ്ലേറ്റ് ആണല്ലോ ഏറ്റവും വീതിയുള്ള പ്ലേറ്റ്. അപ്പോൾ ഞാനൊരു 3.5 വെച്ച് തന്നെയാണ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ ഒരു അളവിന്. ഇപ്പോൾ എൻ്റെ എക്സാക്റ്റ് പറയുകയാണെങ്കിൽ ഇത് 3.5 ഇഞ്ചോളം വരും ഈ ഒരു ചൂണ്ടുവിരലിൻ്റെ വീതി എന്ന് പറയുന്നത്, നീളം എന്ന് പറയുന്നത്. ഈ ഒരു ചൂണ്ടുവിരലിൻ്റെ നീളം ആണ് ഞാനൊരു 3.5 ഇഞ്ചായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു ഇഞ്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്ലേറ്റിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വന്നിട്ട് നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഒരു 10 പ്ലീറ്റ്സ് എങ്കിലും നമുക്കിനി കിട്ടണം. പക്ഷേ മാക്സിമം ഒരു 12 to 13 പ്ലീറ്റ്സ് എങ്കിലും നമുക്ക് ഈ ചെസ്റ്റിൽ കിട്ടുവാണെങ്കിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും നമ്മുടെ സാരി ഡ്രേപ്പിംഗ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് മാക്സിമം എത്രത്തോളം എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുത്തിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ പ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അകത്തോട്ട് എടുക്കുമല്ലോ, എടുക്കുമ്പം അകത്തെടുക്കുന്ന പ്ലീറ്റ്സ് ഇതിനെക്കാട്ടിലും കുറവായിരിക്കുകയും വേണം. അതുപോലെ തന്നെ മാക്സിമം ഈക്വലായിട്ട് പ്ലീറ്റ്സ് എടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എടുക്കുന്നത് അൺഈക്വലായിട്ടുള്ള പ്ലീറ്റ്സ് ആണെങ്കിൽ ഡ്രേപ്പ് ചെയ്യുന്ന സമയത്തും അയൺ ചെയ്യുന്ന സമയത്തും അത് അൺഈവനായിട്ടിരിക്കും. അത് ആ ഡ്രേപ്പിങ്ങിൻ്റെ ഭംഗിയെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഇപ്പോൾ 3.5 ഇഞ്ച് എടുത്തല്ലോ, അപ്പോൾ അകത്തേക്ക് വേണമെങ്കിൽ ഒരു 1 ഇഞ്ച് വേണമെങ്കിൽ അകത്തേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക്
വീതി അനുസരിച്ച് എടുക്കാം. അപ്പോൾ ഏകദേശം എന്താ ഇങ്ങനെ ഞാൻ അകത്തേക്ക് ഒരു ഇഞ്ച് എന്നുള്ള ഒരു കണക്ക് വെച്ചിട്ട് ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് ഞാൻ എടുക്കുകയാണേ. നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ഷോൾഡറിന് അളവെടുത്ത സ്ഥലത്ത് വരെ കൊണ്ടുവന്ന് ഇതിനെ പിൻ ചെയ്തു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഷോൾഡറിന് അളവെടുത്തത്. നമ്മൾ കറക്റ്റായിട്ട് ആദ്യം 3.5 ഇഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെറിയ അതിനേക്കാൾ കുറവ് ഇഞ്ചസിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോണത് ഒട്ടുമിക്ക എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്ലിപ്പാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ സാരി ഡ്രേപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലുണ്ടാവും. നമുക്കിങ്ങനെ സാരീനെ ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രോപ്പറായിട്ട് പ്ലേറ്റിങ്ങിന് എടുക്കാൻ വേണ്ടിയിട്ട് സെക്യൂർ ചെയ്യാനുള്ളൊരു ക്ലിപ്പാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒന്ന് നന്നായിട്ട് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് അയണിങ്ങിലേക്ക് കടക്കാം. നമുക്ക് ഇവിടെ ഒരു പിന്ന് വെച്ചിട്ട് ഒന്നും കൂടെ സെക്യൂർ ചെയ്യാം കേട്ടോ. നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പിന്ന് കൊടുക്കാവേ. ഓക്കെ, സോ ഞാനിവിടെ പ്രോപ്പറായിട്ട് ഇതിനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അയൺ ചെയ്യാവേ. ഇതിപ്പോൾ നമ്മളുടെ ഷോൾഡറിൽ നിന്ന് നമ്മളിടുന്ന പല്ലുവിൻ്റെ ആ ഒരു പോർഷനാണ്. സ്ട്രെയിറ്റ് ആയിട്ട് അതിനെ അയൺ ചെയ്യാം. ഇതിൽ ഞാൻ വേറൊരു പോയിൻ്റൂടെ പറഞ്ഞോട്ടെ. ഇപ്പോൾ അയൺ ഡ്രേപ്പിംഗ് നമ്മൾ നല്ല ഡ്രേപ്പിസ്റ്റുകളുടെയൊക്കെ കയ്യിലെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു പ്രസ്സിങ് നെറ്റുണ്ട്, ഒരു ഹീറ്റ് റെസിസ്റ്റൻ്റ് നെറ്റ് എന്ന് പറയും. അത് വന്നിട്ട് ഇങ്ങനത്തെ നല്ല വിലയുള്ള സാരികൾ, നമ്മളെ ബ്രൈഡ്സിൻ്റെയൊക്കെ സാരികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ നമ്മൾ ഡയറക്റ്റായിട്ട് അയൺ മെഷീൻ വെക്കുമ്പോൾ ചിലപ്പോൾ അതിന് പല ഡാമേജസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും ഹീറ്റ് അങ്ങ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരതിൻ്റെ മേലെ ഒരു നെറ്റ് പോലൊരു സാധനം ഇട്ടിട്ട് ആണ് അവർ ഡ്രേപ്പ് ചെയ്യുക. അപ്പം നമ്മളിപ്പോൾ നെറ്റൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ എൻ്റെ സാരിയാണ്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു നെറ്റ് അവൈലബിൾ ആണ് കേട്ടോ ആമസോണിലൊക്കെ. സോ സക്സസ്ഫുള്ളി നമ്മൾ ഈ ഒരു സാരിയുടെ പല്ലു പോർഷൻ ഫുൾ അയൺ ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഷോൾഡറിൽ പിന്ന് കുത്തുന്ന ഏരിയ ഇവിടെ വെച്ചു. എന്നിട്ട് ക്ലിപ്പ് വെച്ച് സെക്യൂർ ചെയ്യുക. ദെൻ ഇനി ചെസ്റ്റ് പ്ലീറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം ചെസ്റ്റ് പ്ലീറ്റ്സ്. ഓക്കെ ഗൈസ്, ചെസ്റ്റ് പ്ലീറ്റ്സിൻ്റെ അയണിങ് ചെയ്യാൻ പോവുക. അതിന് മുമ്പ് നമ്മളിപ്പം ടോട്ടൽ 10 പ്ലീറ്റ്സാണ് എടുത്തെങ്കിൽ ഒന്ന് ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കണം ഇത് 10 പ്ലീറ്റ്സ് ഉണ്ടോ. കാരണം ചിലപ്പം അഡീഷണലി ഏതെങ്കിലും പ്ലീറ്റ്സ് കയറി വന്നിട്ടുണ്ടെങ്കിൽ അയൺ ചെയ്യുന്ന സമയത്ത് ഫുള്ളും അറേഞ്ച്മെൻറ്റ് തെറ്റും. അതുകൊണ്ട് 10 പ്ലീറ്റ്സ് ഉണ്ടോ എന്ന് നോക്കുക. അത് 10 തന്നെയാണോ വന്നേക്കുന്നതെന്ന് നോക്കിയിട്ട്, അതായത് എത്ര പ്ലീറ്റ്സാണ് എടുത്താൽ അത്രയും പ്ലീറ്റ്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്കിനി ഇതിനെ അയൺ ചെയ്യാം. അയൺ ചെയ്യുന്നതിന് മുന്നേ ഈ ചെസ്റ്റിന് നമ്മൾ ജസ്റ്റ് ഒരു മെഷർമെൻറ്റ് നോക്കേണ്ടത്. എത്രത്തോളം നിങ്ങൾക്ക് മറക്കണോ അത്രയും വീതി എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുക. അപ്പം നോർമലി ഒരു സ്ലിമ്മായിട്ടൊക്കെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ 2 വീതി നോക്കുക. കുറച്ചും കൂടെ വണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ അറിയാമല്ലോ, അവർക്ക് കുറച്ചും കൂടെ മറഞ്ഞു കിടക്കണം. അപ്പോൾ ഇത്രയും കൂടെ വീതി ഒരു 2.5 വരെയൊക്കെ, 2.5 ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ 2 ഇത് പ്ലസ് ഒരു കുറച്ചും കൂടെ വീതി എടുത്ത് വിടർത്തി വയ്ക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ചെസ്റ്റിൻ്റെ ആ ഒരു വീതി വെച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുക്കാറുള്ളത് ഇത് ഇങ്ങനെ 2 സ്പാൻ എന്നാണ് പറയുക ഇതിന്. അതുപോലെ തന്നെ ഇതിങ്ങനെ വിടർത്തി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇടയിലുള്ള പ്ലീറ്റ്സിൻ്റെ വീതി ഓൾമോസ്റ്റ് ഇത് കണ്ടോ. ഇപ്പം നിങ്ങൾ ആദ്യമേ പ്ലീറ്റ്സ് എടുക്കുന്നതിൻ്റെ വീതി, ഞാൻ ആദ്യം തന്നെ നിങ്ങളിങ്ങനെ പ്ലീറ്റ്സ് എടുത്ത സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ കറക്റ്റായിട്ട് ഇടയിലെ ഗ്യാപ്പ് ഏകദേശം ഒരുപോലെ വരുന്ന രീതിയിൽ, മാക്സിമം ഒരുപോലെ വരുന്ന രീതിയിൽ
പ്ലീറ്റ്സ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെസ്റ്റ് പ്ലീറ്റ് എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരെണ്ണത്തിൻ്റെ വീതി കൂടുതൽ, ഒരെണ്ണത്തിൻ്റെ വീതി കുറവ്, അങ്ങനെ ഒരു ഇറഗുലറായിട്ടുള്ള ചെസ്റ്റ് പ്ലീറ്റ്സ് വരും. അത് നമ്മുടെ ഭംഗിയെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒരുപോലെ തന്നെ പ്ലീറ്റ്സിന് ഇടയിലത്തെ പ്ലീറ്റ്സിന് വീതി വരുന്ന രീതിയിൽ മാക്സിമം അറേഞ്ച് ചെയ്യാനായിട്ട് നോക്കണം. ഇനി ഇത് എത്ര നീളത്തിൽ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഷോൾഡർ പോയിന്റ് കുത്തിയ ഇവിടുന്ന് 2 സ്പാൻ എടുക്കുക. അതായത് ഇവിടുന്ന് ഇവിടം വരെ പറയുന്നതിന് ഒരു സ്പാൻ എന്ന് പറയും. അത് കഴിഞ്ഞ് അടുത്ത ഒരു സ്പാനൂടെ, ഇങ്ങനെ ടോട്ടൽ ഇവിടം വരെ നമ്മൾ ഫുൾ പ്ലീറ്റ്സിനെയും പ്രസ് ചെയ്യുക, നന്നായിട്ട് അയൺ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പോർഷൻ ഇങ്ങോട്ടേക്ക് ഇടാം. ഇട്ടിട്ട് അഗെയിൻ ഇതിനെ നന്നായിട്ട് അറേഞ്ച് ചെയ്യുക. ഇത്തവണ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ വീതി കൂട്ടിയിട്ട് കൊടുക്കുക. ബിക്കോസ് താഴേക്ക് വരുമ്പോൾ വീതി കൂടി വരണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അടുത്ത പോർഷൻ അയൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു 3 to 4 പ്ലീറ്റ്സ് വരെ മാത്രമേ അയൺ ചെയ്യാൻ പാടുള്ളൂ. ഇവിടോട്ട് അയൺ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാരിയുടെ ഷേപ്പിനെ അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് സെക്കൻഡ് പോർഷൻ അയൺ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഒരു 4 പ്ലീറ്റ്സ് വരെ അയൺ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ബാക്കി പ്ലീറ്റ്സ് അങ്ങനെ ഇരുന്നോട്ടെ. സോ നമ്മളിവിടെ ഒരു 3 to 4 പ്ലീറ്റ്സ് വരെയൊക്കെ ഈ സെക്കൻഡ് പോർഷനിൽ അയൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അഗെയിൻ ഇതിനെ കുറച്ചും കൂടെ നീക്കിയിട്ടിട്ട് അടുത്ത പോർഷനിൽ നമുക്ക് ആദ്യത്തെ 2 പ്ലീറ്റ് അല്ലെങ്കിൽ 3 പ്ലീറ്റ് വരെ മാക്സിമം ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യുന്നതേ ഉള്ളൂ. അത് ചെയ്തില്ലെങ്കിൽ പോലും പ്രശ്നമില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് അയൺ ചെയ്യേണ്ടത് നമ്മുടെ ഫ്രണ്ട് പ്ലീറ്റ്സ് ആണ്. അതും കൂടെ ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഡ്രൈപ്പ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമ്മൾ അയൺ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പ്ലീറ്റ്സ് ആണ്. ചെറുതായിട്ടൊന്ന് അയൺ ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ് പോർഷൻ ഇങ്ങനെ ഇവിടെ ഒരു മെഷർമെൻറ്റ് എടുത്തല്ലോ, അത് കയ്യിൽ വയ്ക്കുക. ആൻഡ് ദെൻ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു റൈറ്റ് ലെഗിൻ്റെ അവിടെ കൊണ്ടുവന്ന് നമ്മൾ പിൻ ചെയ്യുന്ന ആ ഒരു പോർഷന് നമ്മളിവിടെ മെഷർമെൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയിലെ പോർഷനിലാണ് നമ്മൾ ഫ്രണ്ട് പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഈ ഒരു പിന്നിൻ്റെ ഇടയിലാണ് ഫ്രണ്ട് പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഫ്രണ്ട് പ്ലീറ്റ്സ് എടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ഇങ്ങനെ നമ്മൾ ഈ ഒരു വീതിക്കാണ് ഫ്രണ്ട് പ്ലീറ്റ്സ് എടുക്കുക. ഇപ്പോൾ ഇവിടം വരെ ആയി, ഇവിടെയാണ് പിന്ന് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്ര പോർഷൻ അധികം കിടപ്പുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വെച്ച് എടുക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഇവിടെയാണ് പിന്ന് കിടക്കുന്നത്. എവിടം വരെയാണോ നമ്മുടെ കൈയുടെ ആ ഒരു പ്രോപ്പർ എക്സാക്റ്റ് എടുത്തുകൊണ്ടിരുന്ന വീതി തീരുന്നത് അവിടെ വെച്ച് അത് നിർത്തണം. അല്ലാതെ പിന്ന് വരെ അത് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യില്ല. അതായത് ഈ അൺഈവനായിട്ടുള്ള പോർഷനെ വിട്ടേക്കണം. എന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്ര ഫ്രണ്ട് പ്ലീറ്റ്സ് എടുക്കുക. പിന്നെ എത്രത്തോളം ഫ്രണ്ട് പ്ലീറ്റ്സ് കിട്ടുന്നോ അത്രയും ഭംഗി കൂടും ഡ്രൈപ്പ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ നമ്മുടെ നോർമലായിട്ടുള്ള ഒരു സാരിയൊക്കെ എടുക്കുമ്പോൾ അറൗണ്ട് ഒരു 8 ഒക്കെ പ്ലീറ്റ്സേ നമുക്ക് ഫ്രണ്ട് പ്ലീറ്റ്സ് കിട്ടത്തുള്ളൂ. പക്ഷേ ഈ തമിഴ് സാരീസൊക്കെ തമിഴ് ആൾക്കാരൊക്കെ കൊടുക്കുന്ന ബ്രൈഡ്സിൻ്റെ ഒക്കെ സാരീസിന് കുറച്ചുകൂടെ ലെങ്ത് വരുന്നതുകൊണ്ടാണ് അവർക്ക് കുറേയധികം പ്ലീറ്റ്സ് കിട്ടുന്നത് ഫ്രണ്ടിൽ. അപ്പം ഞാനിപ്പോൾ ഇത്രയും പ്ലീറ്റ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്കൊന്ന് പിന്ന് വെച്ച് സെക്യൂർ ചെയ്തിട്ട് അയൺ ചെയ്യാം. അപ്പോൾ ഇത് അയൺ ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലല്ല, അതായത് സാരിയുടെ നല്ല പോർഷനിലല്ല അയൺ ചെയ്യേണ്ടത്, അതിൻ്റെ ബാക്ക് പോർഷനിൽ വേണം അയൺ ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ സാരി എടുത്ത് നേരെ അങ്ങ് തിരിച്ചിട്ടിട്ട് ഞാൻ ഇവിടെ അയൺ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് പ്ലീറ്റ്സിനെ. പക്ഷേ അയൺ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഫ്രണ്ട് പ്ലീറ്റ്സിനെ അയൺ ചെയ്യരുത്. പകരം അതിനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇതിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എക്സാക്റ്റ് പറയുന്നത് ഇങ്ങനെ വെക്കുക. അതായത് എല്ലാം കൂടെ ഒന്നിച്ച് അടുക്കി വെക്കുന്നതിന് പകരം അതിനെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കണ്ടിട്ടില്ലേ, സാരിയുടെ സെൻറ്റർ പോർഷൻ ഇങ്ങനെ വിടർന്നല്ല കിടക്കുക. അല്ലാതെ ഇങ്ങനെ ഒറ്റയടിക്ക് അടുക്കി പറക്കിയ പോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പ് നഷ്ടപ്പെട്ടു. ഏറ്റവും അടിയിൽ ഞാൻ അധികം അങ്ങനെ ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മുടെ അയണിങ് കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് ഡ്രൈപ്പ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതുപോലെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഇങ്ങനെ ടക്ക് ഇൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഹിപ്പിലൊന്ന് കുത്തി, എന്നിട്ട് ഞാൻ ഇവിടെ എല്ലാം അത് കയറ്റി വെച്ച് കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ കുത്തുന്നതിന് മുമ്പ് ഫസ്റ്റ് ഞാൻ എൻ്റെ ഷോൾഡറിലെ പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുത്താം.
അപ്പോൾ ഇതേ ഇങ്ങനെ നമ്മളുടെ ചെസ്റ്റ് പ്ലീറ്റ്സ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേറൊരു പിന്ന് വെച്ചിട്ട് ഷോൾഡറിൽ ബ്ലൗസുമായിട്ട് ചേർത്ത് നമ്മളുടെ സാരി ഒന്ന് അവിടെ സെക്യൂർ ചെയ്യാം. പിന്ന് വെച്ച് നന്നായിട്ടൊന്ന് കുത്താം. ആദ്യം നമ്മൾ കുത്തി വെച്ചിട്ടുള്ള ആ പിൻ ഊരി കുത്തണ്ട കേട്ടോ. ആ പിൻ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അത് സാരി ഊരിക്കഴിഞ്ഞാൽ മുഴുവൻ നമ്മളെടുത്ത ചെസ്റ്റ് പ്ലീറ്റ്സ് ഒക്കെ അങ്ങ് പോകത്തില്ലേ. അപ്പോൾ അത് അങ്ങനെ തന്നെ വെച്ചിട്ട് വേറൊരു പിന്ന് വെച്ച് കുത്തിയിട്ട് ഇതുപോലെ വലിച്ച് പിടിച്ച് പോയിന്റ് നമ്പർ ബിയിലേക്ക് കൊണ്ടുവരിക. അതായത് നമ്മുടെ റൈറ്റ് സൈഡ് അവിടെ കൊണ്ടുവരിക. അവിടെ ഒരു പിന്ന് വെച്ച് വലിച്ചു കുത്തുക. ദെൻ ഇങ്ങനെ സൈഡ് പ്ലീറ്റ്സ് എടുക്കുക. അത് മാക്സിമം നമ്മളുടെ ഓരോ മെറ്റീരിയൽ അനുസരിച്ച് എത്രത്തോളം പ്ലീറ്റ്സ് എടുക്കാൻ പറ്റുമോ ഇതുപോലെ എടുത്ത് സെൻറ്ററിൽ ഒരു പിന്ന് വെച്ചിട്ട് കുത്തുക. എന്നിട്ട് അകത്തേക്ക് ടക്കിൻ ചെയ്യുക. മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് പ്ലീറ്റ്സിൻ്റെ എണ്ണം കൂടാൻ കുറയാം. അപ്പോൾ ഇതിന് എനിക്കൊരു 4 പ്ലീറ്റ്സ് വരെയൊക്കെ കിട്ടി. ദെൻ ഇങ്ങനെ അഡീഷണൽ വരുന്ന പോർഷൻ എടുത്ത് ഏറ്റവും ബാക്കിൽ കൊണ്ടുവന്ന് ഏറ്റവും അടിയിലായിട്ട് ഇങ്ങനെ ഒന്ന് ടക്കിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു ഗൈസ്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ബ്ലൗസ് ചേഞ്ച് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒട്ടും തന്നെ സാരി ഉടുക്കാൻ അറിയാത്ത ഒരാൾക്കും ഇനി ഈസി ആയിട്ട് ഉടുക്കാൻ പറ്റണം എന്നുള്ളൊരു ഇൻറ്റൻഷനിലാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിലും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുവാണെങ്കിലും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയണം. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. പിന്നെന്താ, ചാനലും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.